ഇങ്ങനൊരു സദ്യ കഴിച്ചിട്ട് എത്ര നാളായി. ഇതൊക്കെ അങ്ങ് കാണുമ്പോ വായില് വെള്ളം വരിക. ഇനിയിപ്പൊ എന്താച്ചാ ബോളി എടുത്ത് വെക്കണോ വേണ്ടയോ? വയ്ക്കുമോളെ, പത്യമൊക്കെ നോക്കിയിട്ട് എന്താ കാര്യം? ജീവിച്ചിരിക്കുമ്പോൾ നന്നായിട്ട് കഴിക്കാൻ പറ്റണം. മുത്തശ്ശ, നിങ്ങൾ ബോളി ഒന്നും കഴിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ അസുഖം ഭേദമായി വരുന്നേ ഉള്ളൂ. നീ എന്തടേ പറയുന്നേ? വർഷം മുഴുവൻ കോഫിയിലും ടീയിലും ഷുഗർ ഇടാണ്ട ഞാൻ കഴിക്കുന്നത്. എന്തിനാ? വർഷത്തിലൊരിക്കൽ ഒരു ആഘോഷം വരുമ്പോ ബോളിയും പായസവും കഴിക്കാൻ വേണ്ടിട്ടാ. നീ വെക്കുമോളെ. സോറി, നിങ്ങളുടെ ലിസ്റ്റില് ഇപ്പൊ പ്രിയുണ്ട്. എവൾക്ക് ഇപ്പോ സ്വീറ്റും ബോളിയും ഒന്നും കഴിക്കാൻ പാടില്ല. അതെയോ? അശോക്, ഇന്നും വേണോ? അതേ മോളെ, നീ കഴിക്കാൻ പാടില്ല. വേണമെങ്കിൽ ഒരു 2 സ്പൂൺ അവിയൽ ഏറെ കഴിച്ചോ. നിങ്ങൾ രണ്ടുപേർക്കും കമ്പനി തരാൻ എന്റെ മകളുണ്ടല്ലോ, അവളും ഇത് കഴിക്കാൻ പാടില്ല. എനിക്ക് ഇതൊന്നും കഴിക്കാൻ പാടില്ലേ? ആ സിഹി, നിനക്ക് ഡയബറ്റീസ് ഉള്ളതല്ലേ? നീ സ്വീറ്റ് ഒന്നും കഴിക്കരുത്. എന്താ, നീ മറന്നുപോയോ? ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നേ? നീ അതൊക്കെയൊന്നും കഴിക്കാറേ ഇല്ലാത്തയാണല്ലോ. ഇന്ന് ഉഗാടിയല്ലേ? പായസം കൂട്ടി ബോള് കഴിക്കാന്ന് വിചാരിച്ചതാ. പക്ഷെ സീതമ്മ എന്നെ ഇതൊന്നും കഴിക്കാൻ സമ്മതിക്കില്ലല്ലോ. എടാ, പാവണ്ടാ സുബി, അവൾക്ക് ഇത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അതിനിപ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇരുന്ന് കഴിക്ക്. അച്ഛാ, ഒരെണ്ണ അച്ഛന് തരൂ കേട്ടോ. ആവട്ടെ, താമോളെ. പകുതി ഞാൻ തരാം. ഉഗാദിയല്ലേ, കഴിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. കഴിക്ക്. സാധന, എനിക്ക് 2 ബോളി വെക്കണം കേട്ടോ. എനിക്ക് ബോളി ഭയങ്കര ഇഷ്ടമാണ്, നിനക്കറിയാലോ. അതെനിക്കറിയാം ഏട്ടാ. സുബി, നീ വിഷമിക്കണ്ട കേട്ടോ. നിനക്ക് ഞാനുണ്ടല്ലോ. വെയിറ്റ്. എനിക്ക് 2 ബോളി വെച്ചതാണല്ലോ. ഒന്നിവിടെയുണ്ട്, മറ്റേ ബോളി ഇതെവിടെ പോയി? ഭാർഗു, ഞാൻ 2 ബോളി വാങ്ങിയായിരുന്നു. പക്ഷെ നിന്ന നിപ്പിലൊരു ബോളി കാണാതെ പോയി. ആരോ എടുത്തതാ. ചിലപ്പോ അത് എടുത്തോണ്ട് പോയത് പ്രേതം. നിന്റെ ഡ്രാമയൊന്ന് നിർത്ത്. ഒന്ന് നീ കഴിച്ച് തീർത്ത് കാണും, മറ്റേത് അവിടെയുണ്ടല്ലോ. വേണമെങ്കിൽ ഒന്നുകൂടെ വാങ്ങിച്ചോ. അയ്യോ, ബോളി കാണാതെ പോയെന്ന് പറഞ്ഞ ഡ്രാമയാണോ? എന്ത് കഷ്ടോ. സിക്കുടാ, മോള് വേഗം ആഹാരം കഴിക്കുക, എന്നിട്ട് വേണം മുത്തശ്ശന്റെ വീട്ടിലേക്ക് പോവാൻ. ഇവള് പോവാണോ? അതെ മുത്തശ്ശ. എന്തിനാ? ഇന്നത്തെ ദിവസം നമ്മുടെ കൊച്ചുമോളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്തിനാ? അവിടെ പിന്നെ എപ്പോഴെങ്കിലും കൊണ്ടുപോയ പോരെ? അത് സുരി, അവർക്കും പ്രായമായതല്ലേ. അപ്പൊ അവർക്കും കൊച്ചുമോളെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? മിസ് ചെയ്യുന്നുണ്ടാവും ഇവളെ. ഓ, അത് ശരിയാ. ഇവളെ ഭയങ്കര ഇഷ്ടം അവർക്ക്. ശരി, പോയിട്ട് വാ മോളെ. സുബി, ഇവിടെ ആരും കാണാതെ കഴിക്കണേ. നീ ആഘോഷിക്കേ. സീത,
അച്ഛനെയും അമ്മേനും കാണാൻ നീ പോകുന്നില്ലേ? സിഹി ഒറ്റയ്ക്കാണോ പോകുന്നത്? കണ്ടില്ലമ്മേ, ഒറ്റയ്ക്ക് പോണോന്ന് പറഞ്ഞ് വാശി പിടിക്കാ അവള്. നീയും പോയിട്ട് വാ സീത. ആഘോഷങ്ങളാവുമ്പോ പെൺകുട്ടികൾക്ക് സ്വന്തം വീട്ടിൽ പോവാൻ ആഗ്രഹം കാണും. അതെ അമ്മേ, പക്ഷെ എന്ത് ചെയ്യാനാ, ഇവിടെ ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ജോലിയുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഞാനും റാമും മാത്രം പോവും. സിഹി ഇവിടെ നിൽക്കേണ്ടി വരും ഒറ്റയ്ക്ക്. നീ കാരണം എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ബോൾ എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് നിനക്ക് അറിയോ? എന്നിട്ട് നിനക്ക് എന്താ അസുഖാണെന്ന് പറഞ്ഞ് സീതമ്മ എന്നെ ഒന്നും കഴിക്കാൻ സമ്മതിച്ചില്ല. ഇതൊന്നും ഒട്ടും ശരിയല്ല. നീ ലൂസാ. ഏയ്, നീ എന്നെ വഴക്ക് പറയുന്നത് എന്തിനാ? പാവാന്ന് കരുതി വിശ്വാങ്കളുടെ ഇലയിന്ന് ഞാനൊരു ബോൾ എടുത്ത് തന്നില്ലേ, അത് നീ കഴിച്ചില്ലേ? പിന്നെ എന്താ പ്രശ്നം? ഒരു ബോൾ കഴിച്ചാ മതിയോ? അതാണെങ്കിൽ മരിക്ക് കഴിക്കാനും കഴിഞ്ഞില്ല. സീതാമ്മ എങ്ങനെ കാണുമെന്ന് കരുതി ആരും കാണാതെയാ കഴിച്ചേ. ബോളിൽ നിറച്ച് പായസം ഒഴിച്ച് മൂക്കുമുട്ട കഴിക്കണമെന്ന് വിചാരിച്ചതാ ഞാൻ. പക്ഷെ നീ കാരണം ഒന്നും നടന്നില്ല. സീതാമ്മക്ക് എന്നെ എന്തൊരു ഇഷ്ടമാണെന്നറിയോ? പക്ഷെ സ്വീറ്റ് മാത്രം കഴിക്കാൻ പാടില്ല. നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടാ സീതാമ്മ നിന്നെ സ്വീറ്റ് കഴിക്കാൻ വിടാത്തെ. മനസ്സിലായോ? എന്ത് മനസ്സിലാക്കാൻ? എനിക്കിപ്പൊ കഴിക്കാൻ ബോളി വേണം. ടൺ ടടേങ്. ബോളി റെഡി. അയ്യോ, ബോളി റെഡിയായല്ലോ. നേരത്തെ മോക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് സീതമ്മ അറിയാതെ കൊണ്ടുവന്നാ ഞാൻ. അവൾ അറിയും മുമ്പ് ടപ്പേന്ന് കഴിച്ചു തീർത്തു. എന്നിട്ട് വേണം മുത്തച്ഛനെ കാണാൻ പോവാൻ. കണ്ടോ എന്റെ അച്ഛൻ എത്ര നല്ലവരാണെന്ന്? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. സിഹി, സിഹി, ഓ, ആ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ആ ഗുഡ് ഗേൾ. എന്തു പറ്റിറാം? എന്താ ഇത്ര ആർട്ടിഫിഷ്യൽ ആയിട്ട് ചിരിക്കുന്നേ? ആർട്ടിഫിഷ്യലാ? ഇവിടെ എന്തോ ഒന്ന് നടക്കുന്നുണ്ട്. ഇവിടെ ഒന്നും നടക്കുന്നില്ലല്ലോ. എനിക്ക് നല്ല ഡൗട്ടുണ്ട്, ഇവിടെ എന്തോ ഒന്ന് നടക്കുന്നുണ്ട്. എന്താ അത്? നിനക്കിത് എന്ത് പറ്റി സീത? സീത, നീ ഇവിടെ എന്തായി നോക്കുന്നത്? എന്നെ നോക്കുക, ഞാനിവിടെ നിൽക്കുകയല്ലേ. നിങ്ങളുടെ പരിപാടി എന്തായിരുന്നു?
അതോ പാവം നമ്മുടെ സിഹിമോള് പോകുന്ന വഴിക്ക് ഒരു ഷുഗർലെസ് ഐസ്ക്രീം മേടിച്ചു തരാമെന്ന് ചോദിച്ചു. ഞാൻ ശരിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നീ കയറി വന്നു. ആണോ കള്ളി? ലേറ്റ് ആവുന്നുണ്ട്, വേഗം വാ. എന്നാലും എന്നെ കൂട്ടാതെ നീ മുത്തശ്ശി കാണാൻ പോവാണല്ലേ? നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്, വേഗം വാ. അയ്യോ, സീതേ, പായസവും അവിയലും തോരനും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. മോളെ, ഇത് മുത്തശ്ശിക്കും മുത്തശ്ശനും കൊടുക്കണം. ശ്രേയസിനും ശരണ്യക്കും എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. മുത്തശ്ശനെയും മുത്തശ്ശിയും വല്ലാതെ ശല്യം ചെയ്യല്ലേ. വേഗം എഴുന്നേൽക്കണം. രാവിലെ എഴുന്നേറ്റ ഉടനെ മുത്തശ്ശൻ നിനക്ക് ഇഞ്ചക്ഷൻ തന്നോളൂ. നിക്ക്, ഞാൻ ഇഞ്ചക്ഷൻ തരാം. ഏയ് സീത, വേണ്ട. പോകുന്ന വഴിക്ക് ഞാൻ മെഡിക്കൽ സീന്ന് കൊടുത്തോളാം. മോളെ, എത്രയും പെട്ടെന്ന് തിരിച്ചു വരണേ, അല്ലെങ്കിൽ നിന്റെ മുത്തച്ഛന് സങ്കടാവും കേട്ടോ. ഞാൻ നാളെ തന്നെ വരും മുത്തശ്ശ. മുത്തച്ഛ, നാളെ രാവിലെ ഞാൻ തന്നെ കൊണ്ടുവന്നോളാം. ശരി മോനെ. വാ. സീതമ്മ, ഞാൻ നിങ്ങളില്ലാതെ പോകുന്നതിന് നിങ്ങൾക്ക് വിഷമമുണ്ടോ? എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല മോളെ, എനിക്കൊരു ദേഷ്യവും ഇല്ല. മോള് പോയിട്ട് വാ. സിഹി, മുത്തശ്ശി അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. പോവണ്ടേ? വാ മോളെ, പോവാം. വാ. ബൈ. ബൈ ബൈ ബൈ. ബൈ. ബാ ബാ ബാ. ബാബാ. ഭാർഗു, ഇവള് വെറുതെ അങ്ങോട്ട് പോകുന്നതല്ല, ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാ പോകുന്നത്. ശരിക്കും കാര്യം എന്തായിരിക്കും? അതറിഞ്ഞിട്ട് വരണ്ട ഡ്യൂട്ടി നിനക്ക്. സീത, എന്തു പറ്റി? മകളെ അണിയിച്ചൊരുക്കി ഭർത്താവിന്റെ വീട്ടിലേക്ക് വിട്ട പോലെ ഒരു പെരുമാറ്റം. നാളെ അവള് വരുമല്ലോ, ഡോൺ വെറി. അതല്ല പ്രിയ, സിഹി ഒരു ദിവസം പിരിഞ്ഞു നിൽക്കുന്നത് വലിയ കഷ്ടമുള്ള കാര്യമാണ്. ഐ അണ്ടർസ്റ്റാൻഡ്. നാളെ അവൾ ഇങ്ങോട്ട് വരും. അങ്ങനെ വലിയ പ്രശ്നങ്ങളും ബഹളങ്ങളൊന്നും ഇല്ലാതെ സീത സുബിയെ നമ്മുടെ കൂടെ പറഞ്ഞു വിട്ടു. എനിക്കെന്തോ ഭയങ്കര ഗിൽറ്റി തോന്നുന്ന അശോക. ഫസ്റ്റ് ഓഫ് ഓൾ സീതയ്ക്ക് കള്ളം പറഞ്ഞാൽ പറ്റില്ല. സുബി വന്നപ്പോ തൊട്ട് കളവിന്റെ ലോകത്ത് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. എപ്പോഴും സീതയോട് കള്ളം പറയുന്ന എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചോ അശോക. മനസ്സിലാവുന്നുണ്ട് രാമ. പക്ഷെ നമ്മൾ പറഞ്ഞ കള്ളങ്ങൾ കൊണ്ടും സീത സന്തോഷമായിട്ടിരിക്കുന്നില്ല. അവിടെ ടെൻഷൻ ആവില്ലേ? എന്നാലും നമ്മുടെ സുബി ഗുബി വളരെ ഗ്രേറ്റ് ആണ്. എന്തൊരു പെർഫോമൻസ് ആണ് അവള്. ഞാൻ വലിയ ഫാനായി പോയി. സീതയെ സമ്മതിപ്പിക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. വളരെ സ്വീറ്റായിട്ട് ദേഷ്യം പിടിച്ച് സ്ക്രിപ്റ്റിലില്ലാത്ത ഡയലോഗൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. കണ്ടില്ലേ? സുബി ശരിക്കും വളരെ ബ്രില്യന്റ് അശോക. സുബലക്ഷ്മി മാഡം ഗ്രേറ്റ് ആക്ടറാണ് നിങ്ങള്. ഇവന്റെ മുന്നിലുള്ള വലിയ പ്രോബ്ലം സോൾവ് ചെയ്തു. താങ്ക് യു. ഇനി മുതൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്നോട് ചോദിച്ചിട്ട് ചെയ്തോ.
സീതമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കാതെ ഞാൻ നോക്കിക്കോളാം. ഇനി ഞാൻ എന്ത് ചെയ്യുമ്പോഴും എന്റെ മുകളിൽ പെർമിഷൻ ചോദിച്ചിട്ട് ചെയ്തോളാം. ആര്? സിഹിയാണോ? എടാ, നമ്മുടെ പുറകെ വരുന്ന കാർ നീ ശ്രദ്ധിച്ചോ? എടാ, വിശ്വ ചെറീസിന്റെ കാറല്ലേ അത്? ആ, ക്രിക്കറ്റുകളാണോ വരുന്നത്? അതെ, അദ്ദേഹം തന്നെ. എടാ ഇനിയിപ്പോ എന്താ ചെയ്യാ? ചെറീസ് നമ്മളെ ഫോളോ ചെയ്ത് വരുന്നതാണോ? എടാ ഇനിയിപ്പോ എങ്ങനെ രക്ഷപ്പെടുക? എടാ, ആ, ഇപ്പൊ നീയെ ഇവളുടെ വീട്ടിലേക്ക് വണ്ടി തിരിക്കണ്ട. ചെറീസിനെല്ലാം ചിലപ്പോൾ മനസ്സിലാകും. നമ്മൾ സീതയുടെ അടുത്താണെങ്കിൽ സുബിയെ മുത്തശ്ശിയുടെ അടുത്ത് ആക്കാമെന്ന് കള്ളം പറഞ്ഞിട്ടാ വന്ന്. ഇനിയിപ്പോ നമ്മൾ സ്ലമ്മിലേക്ക് പോയാ അദ്ദേഹം വീട്ടിൽ പോയി പറഞ്ഞാലോ? എടാ പിന്നെ ഇപ്പൊ എവിടെ പോവാനാ? നീ ഒരു കാര്യം ചെയ്യേ, നീ ഇവിടെ നിന്ന് കറങ്ങിക്കൊണ്ട് നിൽക്ക്. അദ്ദേഹം വേറെ എങ്ങോട്ടെങ്കിലും പൊക്കോളും. പുറകെ തന്നെ വരുന്നുണ്ടല്ലോ. അല്ല അതല്ല, ചെറിയച്ഛനെതിരെ നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നേ. പുള്ളിക്ക് നമ്മളെ സംശയമെല്ലാം തോന്നിയോ? സംശയമുള്ളത് നിന്റെ ഭാർഗവി മേമയ്ക്കാ. അവര് പറഞ്ഞയച്ചതായിരിക്കും ഇത്. അത് ഞാൻ നിന്നോട് എങ്ങനെ പറയും? എന്നിട്ട് സീത, എന്തൊക്കെയാ വിശേഷങ്ങള്? ഒന്നുമില്ല മോളെ, നിന്റെ വിശേഷങ്ങളൊക്കെ പറ. എനിക്കിപ്പോ എന്താ, ആഴ്ചയിൽ ഒരിക്കലും ഹോസ്പിറ്റല് വിസിറ്റ്, അതുകൂടാതെ വീട്, മൂവീസ്, വെബ് സീരീസ്, സോഷ്യൽ മീഡിയ, പിന്നെ എന്റെ ഭർത്താവ്. എന്റെ ലോകം തന്നെ ഇപ്പൊ ഇതാ. അമ്മ നാട്ടിൽ പോയതാ, പിന്നെ അഞ്ജു, അവൾ ആശ്രമത്തില. ഹലോ, എന്ത് പറ്റി നിനക്ക്? നീ എന്തേ ആലോചിക്കുന്നേ? ഒന്നുമില്ല പ്രിയ, ഞാൻ സിഹിയെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കായിരുന്നു. സിഹിയെ കുറിച്ചോ? അവളെ കുറിച്ച് ഇപ്പൊ എന്താ ആലോചിക്കാനാ? അതല്ല പ്രിയ, പണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്കൊക്കെ പോകുമ്പോ സീതമ്മ വാ പോവാന്നൊക്കെ പറയുമായിരുന്നു. ഇന്ന് കണ്ടോ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, നിങ്ങൾ വീട്ടിൽ നിന്നു എന്നൊക്കെ പറഞ്ഞു. എന്തിനാ അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഏയ്, നീ വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യില്ല സീത. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, വെറുതെ ടെൻഷൻ ആവണ്ട. സിഹി തന്നെ പറഞ്ഞല്ലോ, നീ എങ്ങാനും അവളുടെ കൂടെ പോയ വേഗം തിരിച്ചു കൊണ്ടുവരുമെന്ന്. മേ ബി അവൾക്ക് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ കുറെ സമയം സ്പെൻഡ് ചെയ്യാൻ തോന്നി കാണും. അതിനുവേണ്ടി പോയതല്ലേ, അതിനെന്താ? സിഹി ഇതുവരെ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ ഇപ്പൊ എന്താണാവോ ഇങ്ങനെ? അയ്യോ, ഇപ്പൊ ഇതിൽ ആലോചിക്കാൻ മാത്രം എന്താ ഉള്ളത് സീത? ആക്ച്വലി കുട്ടികൾ വളരും തോറും അവർ ഇൻഡിപെൻഡന്റ് ആകുന്നല്ലേ പറയാ. ഒറ്റയ്ക്ക് പോകാൻ താല്പര്യം കാണും, ഒറ്റയ്ക്ക് വരാൻ താല്പര്യം കാണും, എപ്പോഴും ഒറ്റയ്ക്ക് ചെയ്യാൻ ഇഷ്ടം കാണും. ദാറ്റ്സ് വെരി കോമൺ. ഇനി അവള് സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ദൂരെ ഒരു ട്രിപ്പിനോ സ്റ്റഡി ടൂറിനൊക്കെ പോയാലോ? അപ്പോഴും നീ ഇങ്ങനെ ഇരിക്കോ? അതിനൊക്കെ നീ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്? നീ ഒന്ന് പോയേ പ്രിയ. എന്താ ഓരോന്ന് പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കല്ലേ. അയ്യോ സത്യമല്ലേ, സിഹി എന്താ എപ്പോഴും ഇതുപോലെ തന്നെ കുട്ടിയായിട്ടിരിക്കോ? അവള് വളർന്നോണ്ടിരിക്കല്ലേ. അതുമാത്രമല്ല, പ്രായത്തിന്റേതായിട്ടുള്ള ചേഞ്ചസും കാണും. അതൊക്കെ ഒരു പേരന്റ് എന്നുള്ള നിലയിൽ നീ എൻജോയ് ചെയ്യല്ലേ വേണ്ടത്. ഇങ്ങനെ ഇമോഷണൽ ആവുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണേ. അതൊക്കെ അപ്പൊ നോക്കിയാ പോരെ. ശരി, സിഹി പോയിന്ന് പറഞ്ഞ് ഇങ്ങനെ ഹാഫ് മൂഡിലൊന്നും ഇരിക്കണ്ട. എന്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കെ. ഒരുപാട് കാലത്തിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും ഒരു മീ ടൈം കിട്ടുന്നേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം.